ഈ കേരള ഗവൺമെന്റിന്റെ 2025 സ്റ്റേറ്റ് ബഡ്ജറ്റിന്റെ ഒരു പ്രപ്പോസലാണ് 50% ഹൈക്ക് ഇൻ റോഡ് ടാക്സ് ഫോർ 15+ വെഹിക്കിൾസ്, പ്രൈവറ്റ് വെഹിക്കിൾസ്. പ്രൈവറ്റ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ കാറാകാം, ബൈക്കാകാം, പോടവർ. നോർമലി ഒരു വെഹിക്കിളിന്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ ആൻഡ് ഫിറ്റ്നസ് ലാസ്റ്റ് ഫോർ 15 years. അപ്പൊ ഈ 15 years കഴിയുമ്പോഴത്തേക്കും ഉള്ള വെഹിക്കിൾസിനാണ് ഈ സോക്കോൾ അതിന്റെ ടാക്സിനാണ്, റോഡ് ടാക്സിനാണ് ഈ 50% എന്താ പറയണേ 50% ഹൈക്ക് വന്നേക്കണത്. അപ്പൊ ഇവർ പറയണ റീസൺ എന്താന്ന് വെച്ചാൽ, കേരള ഗവൺമെന്റ് ഈ ചെയ്യണതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ 50% ഹൈക്ക് ഈ റോഡ് ടാക്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ആൾക്കാർ പുതിയ വെഹിക്കിളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഗ്രീൻ ടെക്നോളജി യൂസ് ചെയ്യും എന്നൊക്കെയാണ് പറയണത്. ഡു യു തിങ്ക് ദാറ്റ് വിൽ ഹാപ്പൻ? ആൾക്കാരെ എന്താ പറയണേ, ടാക്സ് കൊണ്ട് എന്താ പറയുക, ആൾക്കാരെ ഇപ്പൊ തന്നെ ഗ്രീൻ ടെക്നോളജിയിലോട്ട്, പുതിയ ടെക്നോളജിയിലോട്ട് മാറും എന്ന് തോന്നുന്നുണ്ട് ആൾക്കാർ. വാട്ട് ഡു യു തിങ്ക്? അപ്പൊ അതുകൊണ്ട് എൻവയോൺമെന്റിനും ഗവൺമെന്റിനും നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആക്ച്വലി? നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുന്നു, പുതിയ വണ്ടി മേടിച്ച് ആ വണ്ടി എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? എന്റെ കാര്യം നോക്കും, എന്റെ ഒരു ജാവയുണ്ട്, ജാവ 2019 മോഡൽ, പിന്നെ ഒരു UC ബുള്ളറ്റും ഉണ്ട്. ഇത് നോട്ട് ബ്ലെയിമിങ് എ മാനുഫാക്ചറർ, പക്ഷെ ഞാൻ പറയണം, ഒരു പുതിയ വണ്ടി മേടിച്ച് എന്ത് സംഭവിക്കാൻ? വാട്ട് വിൽ ഹാപ്പൻ? ഈ വണ്ടി നമ്മൾ മാക്സിമം 5 to 6 years, ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ബിയോണ്ട് ദാറ്റ്. 6-7 years ഓടിച്ച വലിയ കാര്യം. തുരുമ്പും ഇറ്റ് വിൽ റസ്റ്റ് ലീറ്റഡ് അപ്പ്, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂൽ ഇഞ്ചക്ഷന് പ്രശ്നം വരും. ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. ബട്ട് ദ സെയിം ടൈം നമ്മളൊരു പഴയ വണ്ടി ഉണ്ടെങ്കിൽ, പഴയ എന്ന് പറഞ്ഞാൽ ഐ മീൻ ലൈക്ക് നോട്ട് വെരി ഓൾഡ്, ഒരു ലെറ്റ്സ് ഒരു ഈ പ്രീ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഒരു ലെറ്റ്സ് ഒരു 2001 ആ റേഞ്ചിലുള്ള, അതിനു മുമ്പുള്ള വണ്ടികളായാലും. എൻ്റെ ഒരു RXZ ഉണ്ട്, ഒരു 2000 മോഡൽ RXZ ഉണ്ട്, ഒരു 95 റോഡ് കി ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും പറ്റുമോ വണ്ടിക്ക്? ഡു യു തിങ്ക് എനിത്തിങ് ഹാപ്പൻ ടു ദീസ് വെഹിക്കിൾസ്? എന്തെങ്കിലും പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ റിപ്പയർ ഇറ്റ് മൈസെൽഫ്. എനിക്ക് ഷോറൂം മേജർ സാധനങ്ങൾ വല്ല മേജർ വർക്കാണെങ്കിൽ മാത്രം സർവീസ് സെന്ററിൽ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ തന്നെ റിപ്പയർ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രീൻ ടെക്നോളജി എൻവയോൺമെന്റ് നല്ലതൊന്നും പറയണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണേ, ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണേ ഈ പരിപാടി ചെയ്തത്, ഞങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ആലോചിക്കുകയും ചെയ്യും കേട്ടാ. ഓക്കെ, കൊള്ളാം.